ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം പ്രചരിക്കുന്ന റൂമറുകൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. പലാശുമായി നിശ്ചയിച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായും ഇരു കുടുംബങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നുമാണ് താരം പറയുന്നത്. വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോയി ഇനി രാജ്യത്തിനായി കൂടുതൽ കിരീടങ്ങൾ നേടിക്കൊടുക്കണമെന്നാണ് തന്റെ ഏക ലക്ഷ്യമെന്നും താരം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അടിസ്ഥാനരഹിതമായ റൂമറുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പലാശം പ്രതികരിച്ചിട്ടുണ്ട്. സ്മൃതിയും ഇന്ത്യൻ വനിതാ ടീമിനെയും കാത്ത് കൈനിറയ മത്സരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഡിസംബർ 21-ന് ശ്രീലങ്കയ്ക്കെതിരായ 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പര ആരംഭിക്കും. ഏകദിന ലോകകപ്പിന് ശേഷം ടീം കളിക്കാൻ പോകുന്ന ആദ്യ പരമ്പരയാണിത്. പരമ്പര ജയിച്ച് അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന വനിതാ T20 ലോകകപ്പിനുള്ള ഒരുക്കമായാണ് ഇന്ത്യൻ ടീം ഇതിനെ കാണുന്നത്. അതിന് പിന്നാലെ വുമൺസ് പ്രീമിയർ ലീഗിന് തുടക്കമാവും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കിരീടം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുങ്ങി തന്നെയാണ് സ്മൃതി നയിക്കുന്ന RCB. ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും എതിരായ പരമ്പരകളും കൂടി കഴിഞ്ഞ ജൂണിൽ ഇംഗ്ലണ്ടിൽ വെച്ച് വനിതാ T20 ലോകകപ്പിന് തുടക്കമാവും. ഏകദിന ലോകകപ്പിന് ശേഷം T20 ലോകകപ്പ് കൂടി സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് ഇനി ഇന്ത്യൻ വനിതാ ടീമിനുള്ളത്. ഇന്ത്യക്കായി T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സ്മൃതി.